പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ നഷ്ടപരിഹാരം നൽകുന്നത് നിർത്തിവെച്ചതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് ഭൂമി നഷ്ടമായവർ കോഴിക്കോട് കളക്ടറേറ്റ് ഉപരോധിച്ചു. പ്രതിഷേധ സമരം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഗ്രീൻഫീൽഡ് പാത കടന്നുപോകുന്ന പെരുമണ്ണ, ഒളവണ്ണ വില്ലേജുകളിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. പാത കടന്നു പോകുന്ന 6.5 കിലോമീറ്റർ ദൂരത്തിലെ 500ഓളം കുടുംബങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. എത്രമാരും കുട്ടികളും മക്കളും എല്ലാവരും ആയിട്ട് ഉണ്ട്, പല ബുദ്ധിമുട്ടിലും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണോ? ഞങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ ഇവിടെ കിടക്കണ കലക്ടർക്ക് അറിയാം. കലക്ടറെ വീട് അളിനി ഞങ്ങൾ എല്ലാം ഞങ്ങൾ കുറ്റി പോയി എറിയും. ഞങ്ങൾ ഉറപ്പാ. ഞങ്ങൾ ഇനി എങ്ങനെങ്ങാനും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുരി എറിയും. അല്ലെ കലക്ടറെ ഞങ്ങൾ തറയും. അല്ലെ കലക്ടർ വരുമ്പോൾ കലക്ടറെ വീട് ഞങ്ങൾ തറയും. അത് ഉറപ്പാ. ദേശീയപാതയ്ക്കായി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതോടെ വായ്പ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സ്ഥലമുടമകൾ. 3ഉം 5ഉം സെന്റ് സ്ഥലം മാത്രമുള്ളവർ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് നഷ്ടപരിഹാരം ലഭിക്കാതായതോടെ പ്രയാസത്തിലായത്. വീട് നഷ്ടപ്പെടുന്ന പലരും പുതിയ വീടും സ്ഥലവും വാങ്ങാനായി അഡ്വാൻസ് തുക നൽകി കരാറെഴുതി നഷ്ടപരിഹാര തുകയ്ക്കായി കാത്തിരിക്കുകയാണ്. ആധാരം അടക്കമുള്ള എല്ലാ രേഖകളും റവന്യൂ വകുപ്പിന് കൈമാറിയതോടെ ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ ബാക്കിയുള്ള ഭാഗം വിൽപ്പന നടത്താൻ പോലും കഴിയുന്നില്ല. നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിക്കണം, രേഖ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ബാങ്കിൽ വല്ല കടവുമുണ്ടെങ്കിൽ കടം വാങ്ങി ആ കടം ബാങ്കിൽ തീർത്ത് രേഖ കൊടുത്തുവേണമെന്ന് ആലോചിക്കണം. എന്താ കാരണം? വളരെ പെട്ടെന്ന് തന്നെ കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഈ കടം തീർത്ത് ബാക്കി പണം കൊണ്ട് ഇവിടെ വീടെടുക്കാം എന്ന ഉദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ബാങ്കിൽ കിടക്കുന്ന മോർഗേജ് ചെയ്ത് രേഖകൾ എടുക്കുകയാണെങ്കിൽ അവിടെ അത് കടം വീട്ടണം. അതിന് കടം വാങ്ങിയ ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ 60% കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകിയിരുന്നെങ്കിലും മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള സ്ഥലമുടമകൾ ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് പരാതി നൽകിയതോടെ പണം അനുവദിക്കുന്നത് നിർത്തിവെച്ചു. കോഴിക്കോട് ജില്ലയിൽ നൽകുന്ന തുകയേക്കാൾ കുറവാണ് തങ്ങൾക്ക് നൽകുന്നത് എന്നാണ് മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ള സ്ഥലം ഉടമകളുടെ പരാതി. അതിനിടെ ഭൂമിക്ക് വീണ്ടും വില നിശ്ചയിക്കാനുള്ള നീക്കത്തിലാണ് റവന്യൂ വകുപ്പ്. അർഹമായ നഷ്ടപരിഹാരം ലഭ്യമായില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ജനങ്ങളുടെ ദുരിതം ഭരണകൂടം കാണാതെ പോകരുത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ C. മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. നഷ്ടപരിഹാര തുക കിട്ടും എന്ന് കരുതിയാണ് അവരുടെ കാത്തിരിപ്പ്. ആ തുക കൊണ്ട് പുതിയ വീടും സ്ഥലവും വാങ്ങാനായി കരാർ എഴുതിയവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിലായിരിക്കുന്നത്. അഡ്വാൻസ് നൽകിയ തുകയ്ക്കപ്പുറം മറ്റൊന്നും കയ്യിലില്ലാത്ത കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രതികരണങ്ങളിലേക്ക്. വീട് സ്ഥലവും പോവുകയാണ്. 2-3 കൊല്ലമായി ഇപ്പോൾ ഇതിൻ്റെ വൈത്തലങ്ങനെ നടക്കണത്. ആധാരം പണിയത്തിലാണ്. മോളെ കല്യാണം കഴിഞ്ഞ കുറേ കടങ്ങളുണ്ട്, സ്വർണ്ണവും പണിയൊക്കെ ഉണ്ട്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം അങ്ങക്ക് തരണം. കാരണം ഇനി ഞങ്ങൾക്ക് സമരത്തിന് വരാനാവില്ല. ഞങ്ങളെന്നും മീറ്റിങ്ങിനും കാര്യത്തിനും പോവുകയാണ്. ഭക്ഷണം കഴിക്കാതെ വെയിലും കൊണ്ടിട്ട് ഇനി ഞങ്ങൾക്ക് ഇതിൽ വൈത്തല നടക്കാനാവില്ല. എന്തെങ്കിലും ഞങ്ങളിവിടെ ചെയ്യും. വീട് നഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പല സ്ഥലത്തും അഡ്വാൻസ് ഒക്കെ കൊടുത്ത് സ്ഥലം വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും ഒക്കെ അഡ്വാൻസ് കൊടുത്ത്, അല്ലാത്തവരും പല കല്യാണങ്ങളൊക്കെ നടത്താനും ഒക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ പെട്ടെന്ന് പൈസ നിർത്തി വെക്കുക. ഞങ്ങളൊക്കെ പ്രതിസന്ധിയിലാവുകയും ചെയ്യാണ് ഉണ്ടായത്. വീടുള്ള ആളുകൾക്ക് സ്ഥലത്തിൻ്റെ പൈസ കൊടുക്കും. വീടിന് സ്ഥലം കൊടുക്കില്ല. വീട് ഒഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ സ്ഥലം കൊടുക്കും. അപ്പോൾ ഇവിടെ എവിടെ താമസിക്കും? യാതൊരു നിഗമനവും ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതിനൊരു ഇത് വേണ്ടേ? ആ ഒരു നിലവാരമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഭരണകൂടം ചെയ്തു വരുന്നത്. പല വിഷയങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യൂട്യൂബിൽ രാജേന്ദ്രൻ വയല പറയുന്ന ഓട്ടോറിക്ഷകൾ ഭൂരിപക്ഷവും മീറ്റർ വയ്ക്കാതെ അമിത നിരക്ക് വാങ്ങുന്നു. ഇത് വാർത്തയാക്കണം, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. എല്ലാ ഓട്ടോകളിലും മീറ്റർ വയ്ക്കാൻ നടപടി വേണമെന്നുള്ളതാണ്. അങ്ങനെയാണ് നിയമമുള്ളത്. അത് പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും നടപ്പാകുന്നില്ല. അക്കാര്യത്തിലൊക്കെ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.